So, in this video, we will discuss exercise 5.3, question number 12, 30 and 14. So, these are questions in the previous video already discussed. So, we will directly question number 12. Question number 12, find the sum of the first 40 integers that is divisible by 6. Okay, so similar questions we already previous exercises cheyidundu. But we sum kandupidikkan question. It was to find a type of question aayirunnu. Pakshe idepole similar question. So, sum of the first 40 integers that is divisible by 6. So, we arithmetic progression ആദ്യം തന്നെ എഴുതണം. അതായത് 40 integers ഉള്ള that is divisible by 6 ആണ് പറഞ്ഞിട്ടുള്ളത്. So, നമുക്കറിയാം integers divisible by 6 എന്ന് പറയുമ്പോൾ that is 6ന്റെ ടേബിളിൽ വരണം. അതായത് it starts from 6, then 12, 6, 12, 18. ഇതാണ് എന്ത് the integers that is divisible by 6 എന്ന് പറയുന്നത്. ഇനി 40 integers ആണ് പറഞ്ഞിട്ടുള്ളത്. 40 integersന്റെ സം ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ലാസ്റ്റ് ടേം എങ്ങനെ കിട്ടും? ദാറ്റ് ഇസ് 40 into 6 ആയിരിക്കും ലാസ്റ്റ് ടേം ഓഫ് ദിസ് അരിത്മെറ്റിക് പ്രോഗ്രഷൻ. ദാറ്റ് ഇസ് 240. ഓക്കെ, സോ അരിത്മെറ്റിക് പ്രോഗ്രഷൻ ഏതാണെന്നുള്ളത് മാത്രമാണ് നമുക്ക് കുറച്ച് ആലോചിക്കാനുള്ളത്. So 6, 12, 18 and the last term will be 240. 240 വരാനുള്ള കാരണം എന്താ? We need to find the sum of the first 40 integers ആണ്. അപ്പോൾ 40 integers ആണ് 40th term will be 240 എന്ന് നമുക്കറിയാം. അതായത് 40th multiple of 6 is 240. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? സോ ഇതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടി? The first term of the AP is 6. The common difference is 12 minus 6 equal to 6 and the last term of the AP is 240. So നമുക്ക് last term അറിയുന്നത് കൊണ്ട് തന്നെ നമുക്ക് second formula യൂസ് ചെയ്താൽ മതി. First formula യൂസ് ചെയ്യേണ്ടത് that is sum of n terms is equal to n by 2 into a plus l ചെയ്താൽ മതി. Alright, so we need to find the sum of the first 40 terms. As 40 is equal to അതുകൊണ്ട് തന്നെ n is equal to 40 ആണ്. 40 by 2 is 20 into first term is 6 and the last term is 240. That is equal to 20 into 246. So the answer is 4920. 20 into 246 is 4920. So simple question ആണ്. ഇതേപോലെ തന്നെയാണ് അടുത്ത രണ്ട് ക്വസ്റ്റ്യൻ. സോ ദ 13th ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, സോ 13th ക്വസ്റ്റ്യൻ ഇസ് ഫൈൻഡ് ദ സം ഓഫ് ദ ഫസ്റ്റ് 15 മൾട്ടിപ്പിൾസ് ഓഫ് 8. സോ സിമിലർ ആണ്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് മൾട്ടിപ്പിൾസ് ഓഫ് 8 ആണെന്നാണ് പറയുന്നത്. നേരത്തെ എന്തായാലും 6 ആയിരുന്നു, ഇപ്പോൾ അത് 8 ആയിട്ട് മാറി. അതേപോലെ തന്നെ എത്ര ടേംസിന്റെ സമ്മാനമാണ്? 15 ടേംസിന്റെ സമ്മാനം കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, സോ മൾട്ടിപ്പിൾസ് ഓഫ് 8 നമുക്കറിയാം ഇറ്റ് സ്റ്റാർട്ട്സ് ഫ്രം 8, then 16, 24 ആൻഡ് ലാസ്റ്റ് ടേം എന്തായിരിക്കും? 15 ടേംസ് ആയതുകൊണ്ട് ഇറ്റ് വിൽ ബി 8 into 15 ആയിരിക്കും അതിൽ ലാസ്റ്റ് വരുന്നത്. 8 15s are that is 120. 15 into 8 is 120. So last term of the AP നമുക്ക് already അറിയാം, it is 120. So first term of the AP A is equal to 8, common difference is again 8 and the last term is equal to 120. So ഇവിടെയും നമുക്ക് ലാസ്റ്റ് ടേം അറിയാം, അതുകൊണ്ട് തന്നെ we'll use the second formula, that is sum of n terms is equal to n by 2 into A plus L. ഇവിടെ കണ്ടുപിടിക്കേണ്ടത് സം ഓഫ് ദ ഫസ്റ്റ് 15 ടേംസ് ഓഫ് ദി AP ആണ്. സോ n is 15 by 2 into first term is 8 and last term is 120. So that is equal to 15 by 2 into 120 plus 8 is 128. So 2 and 128 get cancelled, that is 64 ആണ് കിട്ടുക. The answer is 15 into 64, that is 960 is the answer. So 13th question അതാണ്. ഇനി നമുക്ക് ലാസ്റ്റ് ക്വസ്റ്റ്യൻ അതായത് 14th ക്വസ്റ്റ്യൻ കൂടി നോക്കാം. ഓക്കെ, സോ 14th ക്വസ്റ്റ്യൻ ഇസ് ഫൈൻഡ് ദ സം ഓഫ് ദി ഓഡ് നമ്പേഴ്സ് ബിറ്റ്വീൻ 0 and 50. ഓക്കെ, സോ നമുക്ക് ഫസ്റ്റ് അരിത്മെറ്റിക് പ്രോഗ്രഷൻ എഴുതണം. അരിത്മെറ്റിക് പ്രോഗ്രഷൻ എന്ന് വെച്ചാൽ 0 to 15 ഇടയിലുള്ള ഓഡ് നമ്പേഴ്സ് ആണ് നമ്മുടെ അരിത്മെറ്റിക് പ്രോഗ്രഷൻ. ഓക്കെ, ഇറ്റ് സ്റ്റാർട്ട്സ് ഫ്രം എന്തായിരിക്കും? ഫസ്റ്റ് നമ്പർ ഇസ് 1, then 3, 5 etc. and last odd number is what? It is 49. ഓക്കെ, സോ നമുക്ക് എത്ര നമ്പേഴ്സിന്റെ സം ആണെന്ന് നമുക്ക് തന്നിട്ടില്ല. നേരത്തെ ക്വസ്റ്റ്യൻസ് ഫസ്റ്റ് 15 മൾട്ടിപ്പിൾസ് ഓഫ് 6 എന്നൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. സോ ഇവിടെ നമുക്ക് ഓഡ് നമ്പേഴ്സ് എത്ര ഓഡ് നമ്പേഴ്സ് ഉള്ളതെന്ന് നമുക്ക് അറിയില്ല. ഫസ്റ്റ് 50 ഓഡ് നമ്പേഴ്സ് ഒബ്വിയസ്ലി 25 ഓർ 25 ഈവൻ ആയിരിക്കും. പക്ഷെ എങ്കിൽ പോലും നമുക്ക് 49 എത്രാമത്തെ ടേം ആണെന്ന് ജസ്റ്റ് ഫോർമുല യൂസ് ചെയ്ത് കണ്ടുപിടിച്ചേക്കാം. ദാറ്റ് ഇസ് 49 is equal to 40. ഈ ഒരു അരിത്മെറ്റിക് പ്രോഗ്രഷനിൽ 49 എത്രാമത്തെ ടേം ആണെന്ന് നമുക്ക് കണ്ടുപിടിക്കാം. an is equal to a plus n minus 1 into d. 49 എത്രാമത്തെ ടേം ആണ്? 49 is equal to first term of the AP A is equal to 1
പ്ലസ് എൻ മൈനസ് 1. എൻ അറിയില്ല. കോമൺ ഡിഫറൻസ് ഇസ് 3 minus 1 equal to 2. ഫസ്റ്റ് ടേം ഇസ് 1, കോമൺ ഡിഫറൻസ് ഇസ് 2. Okay, so 49 minus 1, 48 is equal to n minus 1 into 2. Now 48, ഇതെന്തായി മാറും? ഡിവിഷൻ ആയിട്ട് മാറും. 48 by 2, that is equal to 24 is equal to n minus 1. Therefore, n is equal to 25. അഥവാ 49 is the 25th term of this arithmetic progression. Okay, so n കിട്ടിക്കഴിഞ്ഞ് ഇനി നമുക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെ sum of n terms is equal to n by 2 into a plus l. So sum of എത്ര ടേംസ് ആണ് കണ്ടുപിടിക്കുന്നത്? സം ഓഫ് ഓഡ് നമ്പേഴ്സ് ആണ്, അതായത് 25 ഓഡ് നമ്പേഴ്സ് ആണ് നമുക്കുള്ളത്. ഈക്വൽ ടു 25 by 2 into ഫസ്റ്റ് ടേം ഇസ് 1 and ലാസ്റ്റ് ടേം ഇസ് 49. That is equal to 25 by 2 into 49 plus 1 is 50. So 50 and 2 gets cancelled. That is 25 into 25 is 625. സോ ഇതാണ് നമ്മുടെ 3 ക്വസ്റ്റ്യൻ, 11, 12, 13, 12, 13 ആൻഡ് 14 ക്വസ്റ്റ്യൻസ്. സോ അടുത്ത വീഡിയോയിൽ നമുക്ക് ബാക്കി പ്രോബ്ലംസ്, ഇനിയുള്ളത് വേർഡ് പ്രോബ്ലംസ് ആയിരിക്കും. സോ അതൊരു വീഡിയോയും കൂടിയും ചെയ്തിട്ട് നമുക്ക് ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും.